അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് കോട്ടയിലോട്ടാണ്. പാലക്കാട് കോട്ടയിൽ ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ പോയിട്ടുള്ളതാണ് കേട്ടോ. 4ാം ക്ലാസ്സിലൊക്കെ സ്കൂളിൽ ടൂർ വരുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അധികമൊന്നും പോയിട്ടില്ല. അതുപോലെ ചുറ്റി നടന്നൊന്നും കണ്ടിട്ടുമില്ല. എനിക്കിവിടെ ഈ അമ്പലമുള്ള കാര്യം തന്നെ അധികം അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം പോയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് താലൂക്ക് ഓഫീസും സപ്ലൈ ഓഫീസൊക്കെ. അപ്പോൾ അങ്ങനെ റേഷൻ കാർഡ് എന്തോ റെഡിയാക്കാനാണ് ഞാനും ഹസ്ബൻഡും കൂടി പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി വൈകിട്ട് പാലക്കാട് കോട്ടയിലേക്കാണ് പോയത്. എന്നാൽ പിന്നെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് റോഡ് സൈഡ് തന്നെയാണ് ഇതിൻ്റെ ഗേറ്റ് എല്ലാം വരുന്നത്. ഈ എൻട്രൻസ് കൂടി നമ്മൾ ഉള്ളിലേക്ക് കിടക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്ട്രെയിറ്റ് പോകുമ്പോഴാണ് നമ്മൾ ഈ കോട്ടയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം. അതിന് ശേഷം ഫസ്റ്റ് കാണുന്നത് നമ്മളൊരു ഹനുമാൻ കോവിലാണ്. അതായത് ആഞ്ജനേയ സ്വാമി ക്ഷേത്രമുണ്ട് ഇതിനകത്ത്. നമ്മൾ പോയി ഇവിടെ ചെരുപ്പെല്ലാം ഊരിയിട്ടിട്ട് നമുക്ക് സൈഡിൽ തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയി തൊഴുതു. അപ്പോൾ ചെറിയൊരു ഹനുമാൻ്റെ അമ്പലമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് തൊഴുതു കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ ക്യൂ ഒക്കെ നിൽക്കുകയാണ്. ക്യൂ നിന്ന് പോയിട്ട് ഫ്രണ്ടിൽ അങ്ങ് പോയി തൊഴണം, അങ്ങനെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ടിക്കറ്റൊക്കെ കാണിക്കണം. അതിന് ശേഷം ഇങ്ങനെ കുറേ കോട്ടയുടെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ്, ചരിത്രമാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ കുറേ നമുക്കിതിൽ കാണാനുണ്ട്, നടക്കാനുണ്ട്. നമ്മളങ്ങനെ കുറേയൊക്കെ നടന്നിട്ട് മേലെ വന്നു എന്നിട്ട് താഴേക്കൊക്കെ നോക്കുകയാണ്. നല്ലൊരു ഭംഗിയാണ്. അതുപോലെ നല്ലൊരു ഗാർഡൻ ഏരിയ ഉണ്ട്. പിന്നെ ഈ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ വെള്ളം ഈ കെട്ടിയൊക്കെ നിർത്തി ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശത്രുക്കളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത കുറേ നല്ല ആർക്കിടെക്റ്റ് ഉണ്ട് ഇതിൽ. അതുപോലെ ഈ കല്ലുകൾ അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഇതൊക്കെ യുദ്ധത്തിന് വേണ്ടി ഓരോന്നിനും വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ കാണാനും പഠിക്കാനും എല്ലാം. പിന്നെ ഇവിടെ വേസ്റ്റ് അങ്ങനത്തെ പരിസരമെല്ലാം നല്ല വൃത്തിയായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അധികം വേസ്റ്റുകളോ അങ്ങനെയൊന്നുമില്ല. ഈ കല്ലിൻ്റെയൊക്കെ മണ്ഡപങ്ങളൊക്കെ കണ്ടോ, അതൊക്കെ തന്നെ എന്ത് രസമാണ് കാണാൻ. പിന്നെ ഈ ഗാർഡൻ ഏരിയാസ് അങ്ങനെ അതെല്ലാം നല്ലൊരു രസമാണ് കാണാനും. നല്ല വൃത്തിയും ക്ലീൻ ആൻഡ് ഹൈജീനിക്കാണ് ഇവിടെ എല്ലാം. പിന്നെ ഇവിടെ നമ്മൾ മയിലിനെ കണ്ടു. അപ്പോൾ അതാണ് ഓടും എന്ന് പറയുന്നത്. മയിലൊക്കെ പറന്നു പോണു. അപ്പോൾ അങ്ങനെ കുറച്ച് കണ്ടു. പിന്നെ ഈ ബിൽഡിങ്സൊക്കെ കുറേയൊക്കെ ക്ഷയിച്ചു പോയിട്ടുണ്ട്. നമ്മളിവിടെയാണ് റേഷൻ കാർഡ് എന്തോ ശരിയാക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ നമ്മളധികം ഇവിടെ ഇങ്ങനെ മൊത്തം ചുറ്റി കാണാനായിട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ചുറ്റി. ഇതെല്ലാം ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരു സർക്കിള് അവിടെ നിന്ന് നമുക്കിങ്ങനെ നോക്കാൻ. അപ്പോൾ അത് യുദ്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്ത കുറേ നല്ല ഐഡിയാസ് ഉള്ള ആരൊക്കെ ചെയ്ത കുറേ ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാം. നമുക്കത് മനസ്സിലാവും പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എത്ര നല്ല ഒരു ബ്രെയിനാണ് അവർക്കുള്ളത്. അല്ല ഇപ്പോഴത്തെ എൻജിനീയറിങ് ഒന്നുമല്ല ഇതിൽ കാണുന്നത്. ഇത്ര ഫെസിലിറ്റീസ് ഒന്നുമില്ലാതെ അന്നത്തെ കാലത്ത് ഇതൊക്കെ പണിയണമെങ്കിൽ തന്നെ എന്തു നല്ല കഴിവാണ് അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ സ്റ്റെപ്പ് കയറി മേലേക്ക് പോവുക. അവിടെ അതുപോലെ ഇങ്ങനെ നിന്ന് നോക്കാനുള്ളത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ദൂരെയുള്ളതെല്ലാം കാണാൻ പറ്റും. അങ്ങനെ കുറേ ഫെസിലിറ്റീസൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ കല്ലുകൾ, ഈ വാതിൽ, ഇതൊക്കെ എന്തൊരു സ്ട്രോങ് ആണ്. അപ്പോൾ ഇതൊക്കെ പണിയാനും നല്ലൊരു കഴിവ് തന്നെ വേണ്ടേ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു കരിങ്കല്ലാണ്. ഈ ബാംഗ്ലൂർ ഫോർട്ടിലൊക്കെ കാണുന്ന ടൈപ്പുള്ള കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ആ ഒരു വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഗാർഡൻ ഏരിയ. അതായത് അവിടെ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ താഴെ ഇരുന്ന് ഇങ്ങനെ നോക്കുവാണ് ആ വെള്ളത്തിലേക്ക് മീനൊക്കെ. ഇവിടെ കുറേ മീനുകളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ആമകളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കാണുന്നുണ്ടോ, അതൊക്കെ ചെറിയ കുറേ ആമകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളിങ്ങോട്ട് വൈകിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് കുറേ അങ്ങ് നടന്ന് കാണാനൊന്നും പറ്റിയില്ല. എന്നാലും ഒരുവിധമൊക്കെ നമ്മൾ നടന്ന് കണ്ടു. അതിനുശേഷം ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആ പാർക്കിനകത്താണ് ഇനിയുള്ള വിശേഷങ്ങൾ. നമ്മൾ കുറച്ച് നേരത്തെ വരണമായിരുന്നു. നമുക്ക് കുറച്ച് സമയം അങ്ങ് ലേറ്റായിപ്പോയി. ഇപ്പോൾ രാത്രിയായി. അതുകൊണ്ട് പിള്ളേർക്ക് അധികം കളിക്കാനൊന്നും പറ്റിയില്ല. ഓരോരുത്തർ പോവാമെന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓരോന്നിലൊക്കെ കയറി ഇങ്ങനെ ഫുൾ ഓടി പാഞ്ഞിങ്ങനെ നടപ്പാണ്. അപ്പോൾ ഈ പാലക്കാട് കോട്ടയിലൊക്കെ ആണെങ്കിലും കാണാനും കുറേ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെയൊക്കെ ഇറങ്ങണം കേട്ടോ ഇനി ഇറങ്ങുമ്പോൾ. പിന്നെ ഇതുപോലെ തന്നെ ഒരു കോട്ട ബാംഗ്ലൂരുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമേ ഒരു പ്രാവശ്യം. നമ്മുടെ അടുത്ത് തന്നെ ഒരു കോട്ട ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും ഇത് പാലക്കാട് കോട്ടയുടെ അതേ മോഡലാണല്ലോ എന്ന്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒരു പ്രാവശ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പിള്ളേരൊക്കെ ഇങ്ങനെ തകർത്ത് കളിക്കുകയാണ്. പാർക്കിൽ നിറയെ പിള്ളേരുണ്ട് കേട്ടോ.
എല്ലാവരും കൂടി അങ്ങ് ആഘോഷിക്കുവാണ്. എല്ലാവരും കൂടി ഒരെണ്ണത്തിൽ കയറണു, അത് കഴിഞ്ഞ് അടുത്തതിൽ കയറണു, അങ്ങനെ അങ്ങനെ കയറി കയറി ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങാനും മിസ്സായാലോ പണിയായില്ലേ. പിന്നെ ദേ രാത്രിയുമായി. അപ്പോൾ ദാ എന്തിൻ്റെ മേലേക്ക് വലിഞ്ഞിങ്ങനെ കയറുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവർ ഇവിടെ നിന്ന് കളിക്കട്ടെ കേട്ടോ. നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണേ. അപ്പോൾ അടുത്ത കുറേ വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ബൈ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.